ഒരു വർഷം മുൻപാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിക്കുന്നത്. ഇന്നൊരാണ്ട് പൂർത്തിയാവുകയാണ്. 2023 ഒക്ടോബർ മാസം 7-ാം തീയതി രാവിലെ 6:30 ഒരു അപകട സൈറൺ മുഴങ്ങുന്നു. ആ അപകട സൈറണോട് കൂടിയാണ് ഒരു വലിയ യുദ്ധത്തിന് തുടക്കമാകുന്നത്. ഇത്രയും കാലം നീണ്ടു നിൽക്കുമെന്ന് നമ്മൾ കരുതിയതേയല്ല. 41,870 പേർ, അതായത് 42,000-ഓളം മനുഷ്യർ ഇസ്രായേൽ പലസ്തീൻ ആക്രമണവുമായി ബന്ധപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ടു. 11,000-ലധികം കുഞ്ഞുങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു ഈ യുദ്ധത്തിൽ. ഓപ്പറേഷൻ അൽ അഖ്സ ഫ്ലഡ്, ഹമാസിന്റെ മിന്നലാക്രമണമാണ് ഇസ്രായേലിൽ ഈ വലിയ രീതിയിലുള്ള വിനാശകരമായ യുദ്ധത്തിന് തുടക്കം കുറിച്ചത്. അന്ന് ഒരു വർഷം മുമ്പ് ഈ ആക്രമണം നടക്കുമ്പോൾ കണക്കുകൾ നമ്മളോട് പറയുന്നത് 1,139 പേർ 2023 ഒക്ടോബർ മാസം 7-ാം തീയതി നടന്ന അപകടത്തിൽ ഓപ്പറേഷൻ അൽ അഖ്സ ഫ്ലഡ് എന്ന ഹമാസിന്റെ മിന്നലാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. 240 പേരെ ഹമാസ് അന്ന് ബന്ദികളാക്കി. ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സെക്യൂരിറ്റി ബ്രീച്ച് അഥവാ സുരക്ഷാ വീഴ്ചയായിരുന്നു 2023 ഒക്ടോബർ 7-ാം തീയതി ഓപ്പറേഷൻ അൽ അഖ്സ ഫ്ലഡിലൂടെ വെളിപ്പെട്ടത്. നാണക്കേട് മാത്രമല്ല, വലിയ തിരിച്ചടി കിട്ടിയ ഇസ്രായേൽ കനത്ത തിരിച്ചടി കരുതി വെച്ചിരുന്നു. 3 ലക്ഷ്യങ്ങളായിരുന്നു ഇസ്രായേലിന് ഉണ്ടായിരുന്നത്. അതിലൊന്ന്, ഹമാസിനെ പൂർണ്ണമായിട്ടും ഉന്മൂലനം ചെയ്യുക, ഒരു തരിമ്പ് പോലും ബാക്കി വയ്ക്കാതെ. ബന്ദികളെ മോചിപ്പിക്കുക, അതത്ര എളുപ്പമായിരുന്നില്ല. ഭാവി ഭീഷണി അയൽ രാജ്യങ്ങളിൽ നിന്നടക്കം, ലെബനിൽ നിന്ന്, സിറിയയിൽ നിന്ന്, ഇറാനിൽ നിന്ന് അടക്കം ഉള്ള ഭീഷണി പൂർണ്ണമായിട്ടും ഒഴിവാക്കുക, ഇതായിരുന്നു ഇസ്രായേൽ കരുതിയത്. ഗാസയിലെ യുദ്ധവർഷം പ്രേക്ഷകർ അറിയണം. ഇതുവരെ കൊല്ലപ്പെട്ടിരിക്കുന്ന മനുഷ്യരുടെ കണക്കുകൾ ഞെട്ടിക്കുന്നതാണ്. 42,000-ഓളം പേർ, കൃത്യമായി പറഞ്ഞാൽ 41,870 പേർ. അതിൽ 16,765 പേർ കുഞ്ഞുങ്ങളാണ് എന്ന് ഓർമ്മിക്കണം. 97,166 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 10,000 പേരെ കാണാതായി. 19 ലക്ഷം അഭയാർത്ഥികളായി തീർന്നു. അക്ഷരാർത്ഥത്തിൽ പലസ്തീൻ എന്നുള്ളത് തകർക്കപ്പെട്ട ഒരു പ്രദേശമായി തീർന്നു. രക്തക്കളമായും കുരുതിക്കളമായും മാറുകയായിരുന്നു പലസ്തീൻ. ഗാസയിൽ ഓരോ മണിക്കൂറിലും എന്തു സംഭവിക്കുന്നു എന്ന് കൂടി നോക്കൂ. ഗാസയിൽ ഓരോ മണിക്കൂറിലും 42 ബോംബുകൾ. ഓരോ മിനിറ്റിലും ഓരോ ബോംബ് കാത്തിരിക്കുന്ന മനുഷ്യർ ജീവിക്കുന്ന നാടാണ് ഇന്ന് ഗാസ. 15 മരണം ഓരോ മണിക്കൂറിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. തങ്ങളുടെ പ്രിയപ്പെട്ടവർ 35 പേർക്ക് ഓരോ മണിക്കൂറിലും പരിക്കേൽക്കുന്നു. ഗസയിൽ 12 കെട്ടിടങ്ങൾ ഓരോ മണിക്കൂറും തകർക്കപ്പെടുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു മണിക്കൂറിൽ 42 ബോംബുകൾ, 15 മരണം, 35 പരിക്ക്, 12 കെട്ടിടങ്ങളുടെ തകർച്ച. എത്രമാത്രം വിനാശകരമായ യുദ്ധമാണ് ഗസയിലും പശ്ചിമേഷ്യയിലും നടക്കുന്നത്. യുദ്ധം പശ്ചിമേഷ്യയിലേക്ക് പടർന്നപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് നോക്കൂ. ലോക ഭൂപടത്തിൽ ചെങ്കടലായിത്തീർന്നു. ഹിസ്ബുള്ളയ്ക്കെതിരെ യുദ്ധപ്രഖ്യാപനം വരുന്നു. സെപ്റ്റംബർ 17, 18 തീയതികളിൽ ഹിസ്ബുള്ളയ്ക്കെതിരെ തന്ത്രപ്രധാനമായ പേജർ വാക്കി ടോക്കി സ്ഫോടനങ്ങൾ നടക്കുന്നു. ആ വാക്കി ടോക്കി പേജർ സ്ഫോടനത്തിലൂടെ ലെബനനും ഹിസ്ബുള്ളയും നടുങ്ങുന്നു. അതിനുശേഷമാണ് യുദ്ധത്തിന്റെ അളവിൽ മാറ്റം സംഭവിക്കുന്നത്. ഒക്ടോബർ 1-ാം തീയതിയാകുമ്പോഴേക്കും നമ്മൾ കരുതിയിരുന്നത് പോലെ, നമ്മൾ ആശങ്കപ്പെട്ടതുപോലെ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേൽ ലക്ഷ്യമാക്കി പറക്കുന്നു. യുദ്ധം പശ്ചിമേഷ്യയിലേക്ക് പോകുന്നു. സെപ്റ്റംബർ 28-ാം തീയതി ഹിസ്ബുള്ള മേധാവി ഹസൻ നസറുള്ള കൊല്ലപ്പെടുന്നു. പലസ്തീൻ ഹമാസിലെ നേതാവ് കൊല്ലപ്പെട്ടതിനു ശേഷം ആ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയുടെ ഒരു കൊലപാതകം എന്ന നിലയിലാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഒക്ടോബർ 1-ാം തീയതി ഇറാന്റെ 181 ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിലേക്ക് അയക്കുന്നു. അവയിൽ പലതിനെയും അയൺ ഡോം പ്രതിരോധിക്കുന്നു. ലെബനിൽ കരയുദ്ധം നടത്താൻ ഇസ്രായേൽ സൈന്യം തീരുമാനിക്കുന്നു. ഒരു തുറന്ന യുദ്ധത്തിലേക്കോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. തുറന്ന യുദ്ധത്തിലേക്ക് ഇസ്രായേൽ പോയാൽ എന്ത് സംഭവിക്കുമെന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം. ഇറാനും ഇസ്രായേലും തമ്മിൽ ഒരു ഏറ്റുമുട്ടലുണ്ടായാൽ എന്തു സംഭവിക്കുമെന്ന കണക്കുകൾ നമ്മളോട് പറയും. നിലവിൽ ഇസ്രായേലിന് 1,70,000 സൈനികരാണുള്ളതെങ്കിൽ ഇറാന് അതിൻ്റെ 6 മടങ്ങ് സൈനിക ശേഷി കരയുദ്ധത്തിലുണ്ട്. 6,10,000 ഇറാന്റെ കരയുദ്ധത്തിൽ പങ്കെടുക്കുന്ന സൈനികരുടെ എണ്ണം. റിസർവ് സൈനികർ 4,65,000 പേരുണ്ട് ഇസ്രായേലിൽ എന്നതാണ് ഇസ്രായേലിന്റെ അഡ്വാൻറ്റേജ്. ഇറാൻ അത് 3,50,000. അർദ്ധസൈനിക വിഭാഗത്തിലും ഇസ്രായേലിനേക്കാൾ കൂടുതൽ അഡ്വാൻറ്റേജ് ഇറാൻ ഉണ്ട് എന്നതാണ് വാസ്തവം. 35,000 അർദ്ധസൈനികർ ഇസ്രായേലിനുണ്ട്. 2,20,000 അർദ്ധസൈനികർ ഇറാനുണ്ട്.
കരസൈന്യത്തിൻ്റെ സൈനിക ശേഷി നോക്കിയാൽ സൈനികരുടെ എണ്ണം കൊണ്ട് ഇസ്രായേലിനേക്കാൾ 6 മടങ്ങോളം ശക്തി ഇറാനുണ്ട് എന്നതാണ് വാസ്തവം. എന്നാൽ ഇസ്രായേലും ഇറാനും തമ്മിൽ സൈനികരുടെ എണ്ണത്തിൽ മാത്രമല്ല വ്യോമശേഷിയുടെ കാര്യത്തിലും വ്യത്യാസമുണ്ട്. നമ്മൾ വ്യോമശേഷി കൂടി ഒന്ന് പരിശോധിച്ചാൽ ഇസ്രായേലിന് 612 യുദ്ധവിമാനങ്ങളാണെങ്കിൽ ഇറാനുള്ളത് 551. അവിടെ അഡ്വാൻറ്റേജ് ഇസ്രായേലിനാണ്. ഫൈറ്റർ എയർക്രാഫ്റ്റ് 241 ഇസ്രായേലിനുണ്ട്, ഇറാനുള്ളത് 186 മാത്രം. ഹെലികോപ്റ്ററുകൾ 146 ഇസ്രായേലിനുണ്ട്, ഇറാനുള്ളത് 129 മാത്രം. സ്പെഷ്യൽ മിഷൻ എയർക്രാഫ്റ്റുകൾ 23 ഇസ്രായേലിനുണ്ട്, ഇറാനുള്ളത് 10 മാത്രം. ട്രെയിനർ എയർക്രാഫ്റ്റുകൾ 155 ഉണ്ട്, ഇസ്രായേലിന്, ഇറാനുള്ളത് 102 മാത്രം. കരയുദ്ധം നടത്തുക മാത്രമല്ല, ഏരിയൽ ടാങ്കറുകൾ വ്യോമ പാതയിൽ 14 ഉണ്ട് ഇസ്രായേലിന്, ഇറാനുള്ളത് 7 മാത്രം. അപ്പോൾ വ്യോമശേഷി നോക്കിയാൽ ഇറാനേക്കാൾ വലിയ അഡ്വാൻറ്റേജ് ഉള്ളത് ഇസ്രായേലിനാണ് എന്നതും കാണാം. കരസേനയിൽ ഇറാന് ഒരു നേരിയ മുൻതൂക്കമുള്ളപ്പോൾ വ്യോമശേഷിയിൽ ഇസ്രായേലിനാണ് അല്പം മേധാവിത്വമുള്ളത് എന്ന് കാണാം. ഇനി കരശേഷിയിലേക്ക് എത്തിയാലോ, നോക്കൂ, ഇസ്രായേലിന് 1370 ടാങ്കുകൾ ഉള്ളപ്പോൾ ഇറാനുള്ളത് 1996 ടാങ്കുകളാണ്. കവചിത വാഹനങ്ങൾ 43,407 മാത്രമാണ് ഇസ്രായേലിനുള്ളതെങ്കിൽ ഇറാനുള്ളതാവട്ടെ 65,765. പീരങ്കിപ്പട 650 ഇസ്രായേലിന്, ഇറാനുള്ളത് 580. റോക്കറ്റ് പീരങ്കികൾ 180 ഇസ്രായേലിനുണ്ട്, ഇറാനുള്ളതാവട്ടെ 775 റോക്കറ്റ് പീരങ്കികൾ മാത്രമാണ്. അതായത് കരയുദ്ധത്തിലും വ്യോമയുദ്ധത്തിലും ഇറാനും ഇസ്രായേലും ഏകദേശം ഇഞ്ചോടിഞ്ച് നിൽക്കുന്നതായിട്ട് കാണാം. നേരിയ മുൻതൂക്കം കരസേനയിൽ ഇസ്രായേലിനേക്കാൾ ഇറാനുണ്ട് എന്നതാണ് വാസ്തവം. നാവികശേഷി കൂടി നമ്മൾ ഇനി ഒന്ന് പരിശോധിച്ചു വന്നാൽ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള നാവികശേഷിയിലും ഇസ്രായേലാണ് ഇറാനേക്കാൾ മുൻതൂക്കമുള്ളത്. കുവൈറ്റ് യുദ്ധക്കപ്പൽ 7 ഉണ്ട് ഇസ്രായേലിന്, ഇറാനാവട്ടെ 3 മാത്രം. അന്തർവാഹിനി 5 ഇസ്രായേലിനുള്ളപ്പോൾ ഇറാനുള്ളത് 19. പെട്രോൾ വെസൽ 45 ഇസ്രായേലിനുള്ളപ്പോൾ ഇറാനുള്ളത് 21 മാത്രമാണ്. മൈൻ വാർഫെയർ ഇസ്രായേലിനൊന്നുമില്ല, ഇറാനാവട്ടെ 1 ഉണ്ട് താനും. നാവികശേഷി നോക്കിയാൽ ഇറാനും ഇസ്രായേലും തമ്മിൽ ഏകദേശം സാമ്യമാണ് എന്ന് നമുക്ക് കാണാം. എന്നാൽ അതേസമയം കരശേഷിയിൽ ഇറാൻ ഇസ്രായേലിനേക്കാൾ മുൻതൂക്കമുണ്ട്, വ്യോമശേഷിയിൽ ഇസ്രായേലിന് ഇറാനേക്കാൾ മേധാവിത്വമുണ്ട്. എന്നാൽ ഇറാൻ ഒരു ആണവ ശക്തി കൂടിയാണ്. അത് ഇസ്രായേലിനെയും ഭയപ്പെടുത്തുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രവുമല്ല, ആ ആണവശക്തി എവിടെ പ്രയോഗിക്കണം എന്ന് ഇറാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു പ്രദേശമാകെ ഈ 3ാം ലോക മഹായുദ്ധം എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചു എന്ന് നമ്മൾ കരുതേണ്ടി വരും. അത്രമേൽ വലിയ എക്വിപ്മെന്റുകൾ ഇറാനുമുണ്ട് ഇസ്രായേലിനെ തുലനം ചെയ്യുമ്പോൾ. അപ്പോൾ ഒരു യുദ്ധം നേരിട്ട് ഇറാനും ഇസ്രായേലും തമ്മിൽ നടത്തുകയാണെങ്കിൽ മൊസാദിന്റെ വലിയ ശക്തിയൊക്കെ ഇസ്രായേലിനുണ്ട് എന്ന് നമ്മൾ പറയുമ്പോഴും ഇറാന്റെ കരശേഷിയുടെ ഒരു മുൻതൂക്കത്തെ നമുക്കൊട്ടും കുറച്ചു കാണാൻ കഴിയില്ല.